ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നമ്മളിന്ന് പോകുന്നത് അയർലൻഡിലെ ഡബ്ലിനുള്ള ഡാൽക്കി ഐലൻഡിലാണ്. അപ്പോൾ നമുക്ക് ഐലൻഡിലെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള. പെർ ഹെഡ് 10 യൂറോയാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി യാത്രയാകുകയാണ്. ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് കരയിൽ നിന്ന് 300 മീറ്റർ അകലത്തിലാണ്. നല്ലൊരു മനോഹരമായ ബോട്ട് യാത്രയും നമുക്ക് കിട്ടും. വളരെ ശക്തമായിട്ടുള്ള തിരമാല അടിക്കുന്നുണ്ടായിരുന്നു. അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ബോട്ട് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം ആ ദ്വീപിൻ്റെ അടുത്ത് എത്താറായി. ആ കാണുന്നതാണ് ആ ദ്വീപ്. ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ നമ്മളെ ഐലൻഡിൽ ഇറക്കിയിട്ട് അയാൾ പോയി. കഴിയുമ്പോൾ ഇവിടെ തന്നെ വന്ന് വിളിച്ചാൽ മതി, അന്നേരം അയാൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് നമ്മൾ ഐലൻഡിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ഈ ഐലൻഡിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഡാൽക്കി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഡാൽക്കി ഐലൻഡ് സമ്പന്നമായ ചരിത്രവും വൈവിധ്യമാർന്ന പൈതൃകമുള്ള ഒരു ചെറിയ ജനവാസമില്ലാത്ത ദ്വീപാണ്. 10ാം നൂറ്റാണ്ടിലെ ഒരു പള്ളിയും മാർട്ടല്ലോ എന്ന് പറഞ്ഞ ടവറും ഇവിടെയുണ്ട്. ആടുപോലത്തെയുള്ള ജീവികളും പക്ഷി മൃഗങ്ങളും ഇവിടെയുണ്ട്. 22 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു ദ്വീപാണിത്. 9ാം നൂറ്റാണ്ടിലോ 10ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ച പള്ളിയാണ് ഇത് എന്ന് ചരിത്രം പറയുന്നു. 1800-ൽ ഡിഫൻസിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു മാർട്ടല്ലോ ടവറും നമുക്കിവിടെ കാണാൻ കഴിയും. വളരെയേറെ പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഐലൻഡ്. ഞങ്ങളങ്ങനെ പള്ളിക്കുള്ളിൽ കയറി. ഈ പള്ളി മുഴുവനും കല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗൈസ്, ഈ ജീവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് സീ ലയൺ. ഗൈസ്, അന്നേരം നമ്മൾ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരികയാണ്. അന്നേരം ബോട്ട് ഓടിക്കുന്ന ചേട്ടനെ വിളിച്ചു. അന്നേരം ചേട്ടൻ നമ്മളെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഗൈസ്.